പ്രിയ ശാലോം പ്രേക്ഷകരെ, ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോജോ ജേക്കബ്. ഞാനൊരു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാവറട്ടി യൗസേ പിതാവിൻ്റെ തീർത്ഥ കേന്ദ്രത്തിന് തൊട്ടടുത്ത ഇടവകയായ വല്ലശ്ശേരിയിലാണ്. ഞാൻ എൻ്റെ സുഹൃത്തായ രാജേഷ് മോസസിനെയും കുടുംബത്തെയും പരിചയപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളത് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാം. അപ്പനും അമ്മയും മക്കളെല്ലാവരും കൂടി എന്താണ് പരിപാടി? ഞങ്ങൾ മീറ്റിങ്ങുകളിലായിരുന്നു വന്ന സമയം മുതൽ. ഇപ്പോൾ വേണമെന്ന് ഫ്രീ ആയത്. ശരി. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് ആ ഉഗാണ്ടൻ പാട്ടുകളും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജോജോ വരുന്നത്. നമുക്കൊരു പാട്ടായാലോ? പാട്ട് രാജേഷിൻ്റെ ഒരു ബലഹീനതയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഉഗാണ്ടൻ പാട്ട് തന്നെ പാടാം. ശരിയാണോ? പാടാം. ഓക്കെ. പാട്ട് തകർത്തു, അടിപൊളിയായി. രാജേഷേ, ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജേഷ് മോസസ്. പിന്നെ ഇത് ഇവാൻ, ഞങ്ങളുടെ ഇരട്ടകളിൽ രണ്ടാമത്തെ ആളാണ് ഇവാൻ മോസസ്. ഹയയാണ് മൂത്തയാൾ. ഹയ P3 പഠിക്കുന്നു. പിന്നെ പിയോ രണ്ടാമത്തെ ആൾ, പിയോ മോസസ് P1 പഠിക്കുന്നു, പ്രൈമറി 1 പഠിക്കുന്നു. ജിയാനും ഇവാനും ഇരട്ടകൾ ട്വിൻസാണ്. അവർ നഴ്സറി ടോപ്പ് ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ വൈഫിൻ്റെ പേര് സൗമ്യ തെരേസ. ഇതാണ്. പിന്നെ കിസീറ്റോ ഉണ്ട്, 5ാമത്തെ മോള് കിസീറ്റോ, 6ാമത്തെ മോൻ്റെ പേര് എക്കീസ മോസസ്. 6 പേരാണ്. 6 പേരാണ്. രാജേഷ്, ഫാമിലി മിഷൻ എന്ന് പറയുന്നത് ജീസസ് യൂത്തിൽ തന്നെ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. അധികം ആരും ചെയ്യാത്തതാണ്. നിങ്ങളാണ് ഒരു ഫാമിലി മിഷൻ എന്നൊരു ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ 2-3 ഫാമിലീസൊക്കെ ഫാമിലി മിഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും ഈ കാലഘട്ടത്തിൽ കുടുംബത്തോടെ മിഷൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു റെലവൻസ് എന്താണ്? എത്രമാത്രം ഉണ്ട് കുടുംബത്തോടെ ഞാനും എൻ്റെ കുടുംബവും ഒരു ഫാമിലി മിഷൻ ചെയ്യുന്നുള്ളതിൻ്റെ എന്തുമാത്രം റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ? ഒന്ന്, ഫാമിലി മിഷൻ നമുക്കറിയാം. മിഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സഭയിൽ പോലും. റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു 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 പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ആയിട്ട് മിഷൻ മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിൻ്റെ സഭ പോലും ആ ഒരു ആവശ്യം തിരിച്ചറിഞ്ഞു. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കുറേ കൂടി ആത്മായർക്ക് ഒരു തുറവി കിട്ടി, പ്രത്യേകിച്ച് ഫാമിലീസിന്. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. തീർച്ചയായിട്ടും ഫാമിലി മിഷൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡും വൈഫും ഏത് രാത്രിയിലും ഏത് വീട്ടിലും കയറിച്ചല്ല.
ഏത് സ്ഥലത്തും കയറി ചെല്ലാം. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചാണ് പോകുന്നത്, ഒരു കുടുംബം ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ ഏത് രാത്രിയിലും ആരും ചോദിക്കില്ല എവിടെ പോകുന്നത് എന്താണ്. അതേസമയം ഒരു സ്ത്രീ ഒറ്റയ്ക്കോ ഒരു പുരുഷൻ ഒറ്റയ്ക്കോ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന് എവിടെയും കയറി ചെല്ലാം, ഏത് സമയത്തും കയറി ചെല്ലാം, ആരുമായിട്ടും റിലേറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിബിലിറ്റി, ഒന്നാമത്തെ പോസിബിലിറ്റി. മറ്റൊന്ന്, ഇത് പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണെന്ന ധാരണയെ തികച്ചും തകിടം മറിക്കുന്ന, അല്ലെങ്കിൽ അതിന് മാറ്റിമറിക്കുന്ന, ആർക്കും ഏതൊരു മനുഷ്യനും, സഭയും പറയുന്ന അതാണല്ലോ, എല്ലാവരും മിഷൻ ചെയ്യണം എന്ന് ഒരു ക്രൈസ്തവൻ്റെ അനുഭവമായിരിക്കണം മിഷൻ എന്നാണ്, ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം എന്നാണ്, സുവിശേഷ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബമായിട്ട് മിഷൻ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യതയുണ്ട്, കൂടുതൽ ഇഫക്റ്റ് ഉണ്ട്, കൂടുതൽ ഒരു റിയാലിറ്റി ഉണ്ട്. മാത്രമല്ല ഒരു പുതിയ സ്ഥലത്തേക്ക് കുടുംബമായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് മനസ്സിലാക്കും. എനിക്ക് സ്വാമിയോട് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, ഈ ഒരു കുടുംബമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മിഷൻ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് സ്ത്രീകളാകുമ്പോൾ ഒരു വീട്ടമ്മ എന്നുള്ളൊരു ഒരു റോളാണ് സാധാരണ കുടുംബമായിട്ട് ചെയ്യുമ്പോൾ. അതിനപ്പുറത്ത് യുഗാണ്ടയിൽ ഈ കുടുംബമായിട്ട് മിഷൻ ചെയ്യുമ്പോൾ എന്താണ് സ്വാമിക്ക് ചെയ്യാനായിട്ട് പറ്റിയത്? കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു വീട്ടമ്മയുടെ അപ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു? ഞങ്ങൾ ആദ്യം ഉഗാണ്ടയിൽ ചെയ്തത് തന്നെ 2 ലെവല് മിഷനാണ് ചെയ്തത്. നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അവർ എടുത്ത മിഷനെ സംബന്ധിച്ച് നമ്മളോട് കോൺട്രിബ്യൂട്ട് ചെയ്ത പിള്ളേരെ നമ്മളെ വീട്ടിലോട്ട് നമ്മൾ ക്ഷണിക്കുകയും, നമ്മളൊരു ഓപ്പൺ ഹൗസായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരെ നമ്മളെ വീട്ടിലോട്ട് വിളിക്കുകയും അവർക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാനും രാജേഷേട്ടനും ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളിലും ഞാൻ ആണ് രാജേഷേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആക്ഷൻ സോങ്ങുകളും അത്യാവശ്യ സോങ്ങുകളൊക്കെ നമ്മൾ ചെയ്ത്, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അപ്പം കണ്ടെത്തിയ ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവർക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ അവരെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു ശ്രമം ഒരു ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാമുകളിൽ രാജേഷിനെ ഒപ്പം തന്നെ സഹായിക്കുക. അപ്പോൾ അവിടെ ഈ ലാംഗ്വേജ്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാമിക്ക് അതൊന്ന് ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ് ലാംഗ്വേജ്? അവരുടെ നാഷണൽ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ദൈവം എന്നെ വളരെയധികം എടുത്തുപയോഗിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ സാധിച്ചു. അവരെ ഇന്നും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കീ ലീഡേഴ്സ് എന്ന് പറയാവുന്നവർ നമ്മുടെ വീട്ടിൽ വന്ന് ഫോർമേഷൻ കിട്ടിയവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച രാജേഷ് മോസസ് ജീസസ് യൂത്ത് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടതോടെയാണ് ശിഷ്യത്വത്തിൻ്റെ ജീവിത വഴി തിരഞ്ഞെടുക്കുന്നത്. അപ്പസ്തോല തീക്ഷ്ണതയാൽ അന്യനാടുകളിൽ പോയി സുവിശേഷം നൽകാൻ അവസരമൊരുക്കിയതും ജീസസ് യൂത്ത് മുന്നേറ്റമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പലതവണ ഈ രീതിയിൽ കടന്നു ചെന്നതാണ് കുടുംബ പ്രേഷിതത്വത്തിലേക്ക് നയിച്ചതെന്ന് രാജേഷ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു 2000-ലൊക്കെയാണല്ലോ രാജേഷ് ഒരു ജീസസ് യൂത്ത് അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന രാജേഷിൻ്റെ നവീകരണ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയായിരുന്നു? ഞാൻ നവീകരണത്തിലേക്ക് വരുന്നത് ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ് 92-ൽ. അതിനു മുമ്പും ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് വീട്ടിൽ ചെറിയ തോതിലുള്ള പ്രെയറൊക്കെ ഉണ്ടായിരുന്നു. 92-ൽ എൻ്റെ ഫസ്റ്റ് റിട്രീറ്റ് എക്സ്പീരിയൻസ് ശേഷം പിന്നെ വീട്ടിലൊരു ചെറിയ പ്രെയർ ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷത്തോളം അങ്ങനത്തെ ആ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളായിരുന്നു. അതിനുശേഷം ഒരു 94 ആകുമ്പോഴേക്കും 93-94 ഈ FBA ഫ്രണ്ട്സ് ഓഫ് ദ ബേർഡ്സ് ഓഫ് ദ എയർ ആകാശപ്പറവകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് 1.5 കൊല്ലം തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് 95 ആകുമ്പോഴേക്കുമാണ്
നോൺ കാത്തലിക്സ് ആയിട്ടുള്ള ആളുകളെ റീച്ച് ഔട്ട് ചെയ്യലും അവരുടെ കൂടെ ചില ഫോർമേഷൻസും അവർക്ക് ഒരു പരിശീലനം അത്തരം കാര്യങ്ങളിൽ അവിടെ ഒരു 3 വർഷം 98 വരെ ഹോളി ഫാമിലിയുടെ അതെ ഹോളി ഫാമിലി എന്ന പേരിൽ നോൺ കാത്തലിക്സിനെ ഒരുമിച്ച് കൂട്ടുക, അവരെ പരിശീലനം, അവരെ വിശ്വാസ പരിശീലനത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ആയിട്ട് 3 വർഷം ചെലവിട്ടു. പിന്നീട് 2 വർഷം ഒരു അലച്ചിലായിരുന്നു ശരിക്കും 98, 99 കാലഘട്ടങ്ങളിൽ. അങ്ങനെ 2 വർഷത്തെ പ്രാർത്ഥനയ്ക്കൊടുവിലാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിനെ പരിചയപ്പെടുന്നതും അത്തരത്തിൽ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത് 2000-ലാണ്. ജീസസ് യൂത്ത് വന്നതിന് ശേഷം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് രാജേഷ് ചെയ്തിരുന്നത്? ഏതൊക്കെ മേഖലയിലായിരുന്നു രാജേഷ് ജീസസ് യൂത്ത് പ്രവർത്തിച്ചിരുന്നത്? ജീസസ് യൂത്തിൽ ഞാൻ വരുന്നത് തന്നെ ഒരു 1 ഇയർ ഫോർമേഷൻ പ്രോഗ്രാമിലൂടെയാണ്. സൺഡേ ഫുൾ ടൈമേഴ്സ് എന്നറിയപ്പെടുന്ന 1 ഇയർ ഫോർമേഷൻ പ്രോഗ്രാം. അതും ഒരു മിഷണറി സ്പിരിറ്റുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. പുതിയ ഇടവകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നു, ഞായറാഴ്ചകളിൽ ദിവസങ്ങളിൽ പുതിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങാനായിട്ട് ഒരു റീച്ച് ഔട്ട് ഫോർമേഷൻ പ്രോഗ്രാമായിരുന്നു അത്. അതിൻ്റെ തുടർച്ചയെന്നോണം പിന്നീട് വൈഡർ ലെവലിലുള്ള ഒരു റീച്ച് ഔട്ടിനെ സഹായിച്ച നല്ലൊരു പ്രോജക്റ്റായിരുന്നു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതെ അതെ ട്രൈബൽ യൂത്തിനെ 1 മാസത്തേക്കായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതുമായി ബന്ധപ്പെട്ടാണ് കുറേ എനിക്ക് പ്രവർത്തിക്കാൻ. അതെ 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 അതിൻ്റെ ഭാഗമായിട്ട് പല നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യൻ റീച്ച് ഔട്ടുകൾ, അതിനിടയിൽ ഹിന്ദി പഠിക്കാനായിട്ടൊരു ഹിന്ദി റിസോഴ്സ് ആകാനായിട്ട് കർത്താവ് കൃപ നൽകി. അങ്ങനെ കുറേ ഹിന്ദി ഫുൾ ടൈമർഷിപ്പ് ഹിന്ദി ഫുൾ ടൈമർഷിപ്പ് ആ ഒരു കാലഘട്ടത്തിൽ 2003-ലോ 2004-ലോ ആണ് ഹിന്ദി ഫുൾ ടൈമർഷിപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദി റിസോഴ്സായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മിഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീസസ് യൂത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം. ജീസസ് യൂത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലായിരുന്നെങ്കിൽ ജീസസ് വന്നതിന് ശേഷം ഇന്ത്യയിലോട്ട് ഒരു റീച്ച് ഔട്ട് നടത്താനും ഇന്ത്യൻ മിഷനിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മിഷനിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു വലിയൊരു പരിശീലനം കിട്ടാനൊക്കെ കർത്താവ് ഇടയാക്കി. നോർത്ത് മിഷനൊക്കെ വേണ്ടി രാജേഷ് പോകുമ്പോൾ ഹിന്ദിയിലാണല്ലോ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഭാഷയെ പഠിക്കാൻ, ഹിന്ദി കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ ഭാഷയുടെ മേഖലയിൽ രാജേഷിന് എന്തൊക്കെ ദൈവാനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്? പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും അല്ലെങ്കിൽ ദൈവം ഇടപെട്ട ഭാഷയുടെ മേഖല ഇടപെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭാഷ വളരെ മസ്റ്റാണ്. കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് ഒരു മിഷൻ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഭാഷ അത്ര അധികം ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായവും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതെനിക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഹിന്ദിയിലായാലും 1 വർഷം കൊണ്ടൊക്കെ തന്നെ വലിയൊരു വ്യത്യാസം വന്നു. ഹിന്ദിയിൽ ചെയ്യാനും കാര്യങ്ങൾ മിഷൻ ചെയ്യാനായാലും ഇപ്പോൾ യുഗാണ്ട ആയാൽ പോലും നമുക്ക് ഇംഗ്ലീഷ് തുടക്കത്തിലുണ്ടായിരുന്ന അവിടെ ചെന്നിട്ട് 2 മാസത്തിനുള്ളിൽ നമുക്കൊരു റിട്രീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാഷയല്ല, അതിനപ്പുറത്ത് നമ്മുടെ ഒരു വില്ലിങ്നെസ്സാണ്. ഇത് എനിക്ക് ചെയ്യണം കർത്താവിൻ്റെ ഒരു മിഷൻ എനിക്ക് ചെയ്യണം എന്നുള്ള ഡീപ്പായിട്ടുള്ള ഒരു പാഷനോടുകൂടെ ദൈവം തരുന്ന ഒരു കൃപയാണ് ഭാഷ. അപ്പോൾ ജീസസ് യൂത്തിൽ ചെയ്ത നോർത്ത് ഈസ്റ്റ് മിഷനുകളൊക്കെയാണ് സത്യത്തിൽ ഈ യുഗാണ്ടൻ മിഷനിലേക്ക് രാജേഷിനെ സഹായിച്ചത്. അതായത് ഒരു പെട്ടെന്ന് ഒരു സംഭവം ആയിരുന്നില്ല, ഗ്രാജുവൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫോർമേഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പരിശീലനമാണ്. അപ്പോൾ രാജേഷിന്റെ മനസ്സിലുണ്ടായിരുന്നോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? അങ്ങനെ അതായത് കേരളത്തിന് എനിക്കറിയാം രാജേഷിനെ സംബന്ധിച്ചിടത്തോളം പണിയിൽ വളരെ പ്രാവീണ്യമുള്ള ആളാണ്, മറ്റ് പല മേഖലകളിലും കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഈ കുടുംബത്തോടൊപ്പം ആഫ്രിക്കൻ ഒരു മിഷന് പോകാനായിട്ട് രാജേഷിനെ സത്യത്തിൽ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 92-ൽ എൻ്റെ ആദ്യത്തെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സത്യത്തിൽ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയത് അവിടെ എന്ത് നടക്കുന്നു എന്നൊന്ന് കാണുക, അത്രേ ഡിവൈനിൽ നടക്കുന്ന ഒരു ധ്യാനത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ മാത്രമായിട്ട് പോയ ആളാണ് ഞാൻ. അങ്ങനെ ആ ഒരു ആഴ്ച 1 വീക്ക് റിട്രീറ്റിൽ നിന്ന് എനിക്ക് വലിയൊരു സന്തോഷം, എൻ്റെ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷം അതുവരെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റി. ഈശോയാണ് ഏക രക്ഷകൻ എന്നുള്ള ആഴമായൊരു ബോധ്യം മനസ്സിലേക്ക് വന്നു. അന്നേരം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, ദൈവമേ ഞാൻ അനുഭവിച്ച ഈശോയെ എൻ്റെ വീട്ടിലുള്ളവർക്കും എന്നെ അറിയുന്നവർക്ക് എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും? ഇത് എൻ്റെ മനസ്സിലെ വലിയൊരു ചോദ്യമായിരുന്നു. എങ്ങനെയൊക്കെ കൊടുക്കണം ചെയ്യണം എന്നുള്ള ആഴമായൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഡിവൈൻ തിരിച്ചു വരുന്നത്.
ആ ആഗ്രഹമാണ് എന്നെ ഇതുവരെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ തുടർച്ചയായിട്ട് നടന്നതാണ് എല്ലാം. മിഷൻ സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് പുറത്ത്. എന്തുകൊണ്ടാണ് രാജേഷ് ഒരു ആഫ്രിക്കൻ മിഷൻ, മറ്റ് സ്ഥലങ്ങളിലൊന്നും ഓപ്റ്റ് ചെയ്യാതെ ഒരു ആഫ്രിക്കൻ ഉഗാണ്ടൻ മിഷൻ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ആഫ്രിക്കൻ മിഷൻ സത്യത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല ഒരു കാരണവശാലും. ഇത്തരത്തിലൊക്കെ നടക്കുന്ന സമയത്ത് 2010 GC യൂത്ത് ജൂബിലി വർഷമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ 2006 ഞാൻ വിവാഹം കഴിക്കുന്നത്. 2003 എൻ്റെ ഒരു കൗദാശിക ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നത് മാമോദീസയിലൂടെ. അപ്പോൾ ഈ ഒരു ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിൽ വന്ന കർത്താവ് ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു ചിന്തയാണ്, രാജേഷ് അല്ലെങ്കിൽ മോസ്, എന്ത് നിനക്ക് ഇനി കർത്താവിന് ചെയ്യാൻ പറ്റുമെന്ന്. ഒത്തിരി കാര്യമൊന്നും ചെയ്യുന്നുണ്ട്, ഇനി എന്ത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥത സത്യത്തിൽ ഫീൽ ചെയ്തിരുന്നു. എങ്ങനെ കർത്താവ് എന്തോ ഞങ്ങളിൽ നിന്ന് ഇനിയും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ വൈഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞു, എന്തോ കർത്താവ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ചെയ്യുന്നതിനപ്പുറത്തായിട്ട്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മോശം ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ചോദ്യം കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ട് 2010 ജൂബിലി കോൺഫറൻസിന് ശേഷം 2011 ഒരു വലിയ സൈലൻറ്റ് പ്രെയർ ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. അത് എന്താണെന്ന് അറിയാൻ, അതെന്താണെന്ന് അറിയാനായിട്ട് 2011 നീണ്ട ശാന്തമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 4:30 പുലർച്ചെ 4:30 എഴുന്നേൽക്കും. ഞാനും വൈഫും കൂടി ഒരുമിച്ചിരുന്ന്, മക്കളും ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് 4 പേരും ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം നേരെ കുർബാനയിൽ സംബന്ധിക്കും. അതിന് തിരിച്ചു വരും, വീണ്ടും ബൈബിൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് ജോലിയുമായി കണക്റ്റഡ് ആയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രെയർ സ്ട്രാറ്റജി, അതെ, ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സിന് വേണ്ടി ഒരു 1 ഇയർ നമ്മൾ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ 2011 അവസാനത്തോടു കൂടെയാണ് കർത്താവ് ഞങ്ങളോട് ഒരു 3 വർഷത്തെ ബ്രേക്ക് എടുക്കാൻ, ഇപ്പോഴത്തെ ഒരു കരിയറിൽ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്യുന്നു അതിൽ നിന്നൊരു 3 വർഷത്തെ ബ്രേക്ക് ഫുൾ ടൈം മിഷന് വേണ്ടി എടുക്കാനായിട്ടുള്ള ഒരു കൺവിക്ഷൻ നമുക്ക് കിട്ടുന്നത് 1 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. ആ ഡിസേൺമെന്റിനനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു അപ്പോഴും നമുക്ക് യുഗാണ്ടൻ മിഷനാണെന്ന് അറിയില്ല. നമ്മൾ കർത്താവ് ഒരു 3 വർഷത്തെ ബ്രേക്ക് നമ്മുടെ കരിയറിൽ നിന്ന് ഒരു ഫുൾ ടൈം മിഷനിലേക്ക് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ മിഷൻ്റെ സ്വഭാവം എന്തായിരിക്കണം, എവിടെ മിഷൻ ചെയ്യണം, ഇതൊക്കെ ഞങ്ങളുടെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല, വീണ്ടും പ്രാർത്ഥിച്ച് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളൊരു മിഷനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് മുഴുവൻ സമയം ഒരു ജോലിയും എടുക്കാതെ ഒരു 3 വർഷം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് മിഷനിൽ ഫുൾ ടൈം ഒരു 24 hours കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് പുറത്താണ് ആഗ്രഹിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി കിട്ടി. പിന്നീട് നമ്മൾ GC യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് അതിൻ്റെ പോസിബിലിറ്റി എനിക്കറിയാവുന്ന ഫുൾ ടൈം ഇതുപോലെ മിഷൻ ചെയ്യുന്ന പലരുമായിട്ട് പേഴ്സണലി ഇരിക്കുകയും സ്പെഷ്യലി GC യൂത്തുമായിട്ട് ലീഡേഴ്സുമായിട്ട് ഇരിക്കുകയും അവരായിട്ട് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇത് ആഫ്രിക്കൻ മിഷനാണെന്നും യുഗാണ്ടയാണ് മിഷൻ പ്ലേസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അതിനു മുമ്പ് നമ്മളൊരു ആഫ്രിക്കയിൽ മിഷൻ ചെയ്യണമെന്ന് കരുതി ഇറങ്ങിയ ഒരു മിഷനായിരുന്നില്ല അത്. കർത്താവ് നമുക്ക് തന്ന നമ്മുടെ കരിയറിൽ നിന്നൊരു ബ്രേക്ക് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിലൂടെ തുടങ്ങി. പിന്നീട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ആഫ്രിക്കയിൽ എത്തിപ്പെടുന്നത്. സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അതിനതിൻ്റേതായ ലിമിറ്റേഷൻസൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഒരു അൽമായിനെ എന്തുമാത്രം സുവിശേഷമേകാൻ സാധിക്കുന്നുവോ അതിൻ്റെ അത്യുന്നതയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കുടുംബമാണ് രാജേഷ് മോസസിൻ്റേതെന്ന് ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇവിടുത്തെ വികാരിയായി ചാർജ് എടുത്തപ്പോൾ മനസ്സിലാക്കാൻ ഇടവന്നു. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കുവാനും ഭവനത്തിലെ മറ്റു സഹോദരന്മാരും പ്രത്യേകിച്ച് അമ്മച്ചിയും ഈ സഹോദരന് വേണ്ടിയും ഈ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രോത്സാഹനം ഞങ്ങളുടെ തന്നെ പൗരോഹിത്യത്തിന് കുറച്ച് ഉണർവും അതുപോലെ തന്നെ ഉന്മേഷവും പ്രവർത്തനത്തിൽ കുറച്ചും കൂടിയും ആർജവത്വവും നൽകാനായിട്ട് പ്രേരിപ്പിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.
അല്ലെ രാജേഷേ, ഇപ്പോൾ ഒരു ആഫ്രിക്കൻ മിഷനാണല്ലോ രാജേഷ് തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും. ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇരുണ്ട ഭൂഖണ്ഡം, അവിടെ യുഗാണ്ട, അതും അതുപോലെ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേരാണ്. അവിടുത്തെ ജനങ്ങളുടെ ഒരു ആത്മീയ സ്ഥിതി എങ്ങനെയുള്ളതാണ്? നമുക്ക് യുഗാണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു കത്തോലിക്ക പള്ളി, ഫോർ എക്സാമ്പിൾ 19 രൂപതകളാണ് യുഗാണ്ടയിലുള്ളത്. ഓരോ ഇടവകയുടെയും ഓരോ ഇടവകയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഇടവകയുടെയും കീഴിൽ 60-65 സബ്സ്റ്റേഷനുകളുണ്ട്. ഒരു മെയിൻ പള്ളിയോട് ചേർന്ന് ഒരു 10,000-3,000-4,000 പേരുണ്ടെങ്കിൽ അതുപോലെ 3,000-4,000 വരുന്ന 60-65ഓളം സബ്സ്റ്റേഷനുകൾ ചേർന്നാണ് ഒരു പാരിഷ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അവർ ശ്രദ്ധിക്കാൻ 2 വൈദികനാണ്, ഒരു സീനിയർ പ്രീസ്റ്റും ഒരു ക്യൂറേറ്റ് എന്ന് പറയുന്ന ഒരു യൂത്ത് ചാപ്ലൈൻ പോലെയുള്ള ഒരു അസിസ്റ്റൻറ്റ് പ്രീസ്റ്റും. അപ്പോൾ ഇവർ, അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ ഇത് മൊത്തം നമ്പർ എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 45,000 50,000 പേര് വരുന്ന ഒരു സംഖ്യയാണ് ഒരു ഇടവക എന്ന് പറയുന്നത്, ഒരു പാരിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു അച്ഛനെ ഓടിയെത്തുക, പിന്നെ ജിയോഗ്രാഫിക്കലി ഉള്ള ചില ചലഞ്ചുകൾ, മീൻസ് റോഡുകളില്ല, പലതും മല കയറി ഇറങ്ങണം. അപ്പോൾ പൊതുവേ ഒരു വൈദികൻ ഒരു പാസ്റ്ററൽ കെയർ കിട്ടുക എന്നുള്ളത് വളരെ റയറാണ്. എന്നിരുന്നാലും ഇവർക്കുള്ള ഒരു ഭക്തിയും ഭയവും പ്രാർത്ഥിക്കാനൊക്കെ വരും. ഞായറാഴ്ചകൾ സാധാരണ പള്ളി നിറച്ച് ആളുകൾ വരും, ഇട ദിവസങ്ങൾ പൊതുവെ കുറവാണ്, ആളുകളില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ വാല്യൂസ്, മൂല്യങ്ങൾ, ഇപ്പോൾ ക്രൈസ്തവ മൂല്യങ്ങൾ, അതെ, അപ്പോൾ ഈ ജീവിത മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഫാമിലി, ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റ് നമുക്ക് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് യുഗാണ്ടയെ സംബന്ധിച്ച്. കുടുംബജീവിതം വളരെ റയറാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇവർ ഒന്നാമത് തന്നെ ഇവർ പള്ളിയിലല്ല ഇവർ കെട്ടുന്നത്. അവിടെ ട്രഡീഷൻ വൈസ് ഒരു സ്ത്രീ പ്രസവിക്കുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വിവാഹത്തിലേക്ക് തന്നെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ അത് അവരുടെ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഈ യുഗാണ്ടയിലെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഒരിക്കലുമില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എത്ര പേര് എങ്ങനെയൊക്കെ വീണ്ടും അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും വി ആർ അറൗണ്ട് 30-32 മെമ്പേഴ്സ് ഇൻ അവർ ഹോം. എന്ന് വെച്ചാൽ ഞങ്ങൾ 32 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഫാമിലിയിലാണ്. ഒരു 32 മക്കളുണ്ട് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം, 32 മക്കളുള്ള ഒരു കുടുംബം നമുക്ക് ചിന്തിക്കാവുന്ന വലുതാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയും എൻ്റെ അപ്പന് ആദ്യത്തെ ഭാര്യയിൽ ഒരു 8 പേര്, രണ്ടാമത്തെ ഭാര്യയിൽ ഒരു 10 പേര്, മൂന്നാമത്തെ ഭാര്യയിലുള്ള ആളും ഞങ്ങളും ഒരു 8 പേര്. അങ്ങനെയാണ് ഈ 3 ഭാര്യമാരെയും ചേർത്താണ് ഇവർ പലപ്പോഴും. അപ്പോൾ ഒരു ഫാമിലിയുടെ ഒരു സെക്യൂരിറ്റി വാല്യൂസ് അങ്ങനെയുള്ള ഒരു ഫാമിലി കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ഇല്ല. അപ്പൻ പലപ്പോഴും അതുകൊണ്ട് തന്നെ പിള്ളേർ മിക്കവാറും അതുകൊണ്ട് തന്നെ ഇവർ എത്രയും വലിയ നമ്പർ ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ ലെവലിൽ സഹായിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഫാമിലിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇവർ കൈ ഒഴിയും ഈ മക്കളെ, ഈ മാതാപിതാക്കൾ. പിന്നെ അവർ കണ്ടെത്തുന്ന രീതിയിലോ അല്ലെ NGOസോ അല്ലെ പ്രോജക്റ്റോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് പ്രാധാന്യം നൽകാത്ത ഉഗാണ്ടൻ സംസ്കാരവും സാമ്പത്തികമായും സാമൂഹികമായും നിലനിൽക്കുന്ന ധ്രുവീകരണവുമാണ് ഉഗാണ്ടയിലെ സഭ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ യുവജനങ്ങളെ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരും ദൈവാനുഭവങ്ങളുമുള്ളവരാക്കി തീർക്കാൻ രാജേഷിനും കുടുംബത്തിനും കഴിഞ്ഞു.